പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൽ 4 വർഷ ഡിഗ്രി നടപ്പിലാക്കിയ സമയത്ത് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ആയിരുന്നു ഒരു വിദ്യാർത്ഥി പഠിച്ച മേജർ ചേഞ്ച് ചെയ്യാം തേർഡ് സെമസ്റ്ററിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ രീതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു വിദ്യാർത്ഥി ഒരു മേജർ പഠിച്ചിട്ടുണ്ട്. മേജർ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ജോയിൻ ചെയ്ത കോഴ്സ്, ഇപ്പൊ BSc ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബയോളജി, ബോട്ടണി, സുവോളജി, എക്കണോമിക്സ്, അതുപോലെ BCom, ഇതുപോലുള്ള പല കോഴ്സുകളായിരിക്കും മേജർ ആയിട്ടുണ്ടാവും. ഈ മേജർ കോഴ്സ് തേർഡ് സെമസ്റ്ററിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനെയാണ് നമ്മൾ എന്താ സ്വിച്ച് മേജർ എന്ന് പറയാം. ആ മേജർ നമുക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് പുതിയൊരു മേജറിലേക്ക് ചേഞ്ച് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്ത മേജർ സെക്കൻഡ് സെമസ്റ്ററിന്റെ എൻഡിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. സെക്കൻഡ് സെമസ്റ്ററിലെ എൻഡ് എന്ന് പറയുമ്പോൾ തേർഡ് സെമസ്റ്റർ മുതൽ എന്നാണ്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡന്റ് ഇൻ ദ 4 അക്കാദമിക് പാത്വേ, 4 അക്കാദമിക് പാത്വേയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷനാണ്. ഫസ്റ്റ് പറയുന്നത് സിംഗിൾ മേജർ, മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ, മേജർ വിത്ത് മൈനർ, മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മേജർ അല്ലാത്ത എല്ലാ കോഴ്സും, ഡബിൾ മേജർ നമുക്ക് അറിയാവുന്നതാണ്. BA എക്കണോമിക്സ് വിത്ത് മാത്തമാറ്റിക്സ്, BA ഇസ്ലാമിക് സ്റ്റഡി വിത്ത് അറബിക്, ഇതൊക്കെയാണ് ഡബിൾ മേജർ എന്ന് പറയും. അതല്ലാത്ത എല്ലാ കോഴ്സുള്ള വിദ്യാർത്ഥികൾക്കും ക്യാൻ സ്വിച്ച് ദെയർ മേജർ ടു വൺ ഓഫ് ദ മൈനർ ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു മൈനറിലേക്ക് ആ വിദ്യാർത്ഥിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇൻ വിച്ച് ദേ ഹാവ് അറ്റൻഡഡ് മിനിമം 1 കോഴ്സ് ആൻഡ് ഏൺഡ് മിനിമം 4 ക്രെഡിറ്റ് ഇൻ ദ ഫസ്റ്റ് 2 സെമസ്റ്റർ. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിച്ച മേജറിൽ നിന്നും ആ വിദ്യാർത്ഥി പഠിച്ച ആദ്യത്തെ 2 സെമസ്റ്ററിൽ പഠിച്ച ഏതെങ്കിലും ഒരു മൈനറിലേക്ക് മാറാം. ഏതെങ്കിലും ഒരു മൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സെമസ്റ്ററിൽ 2 മൈനർ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ, സെക്കൻഡ് സെമസ്റ്ററിൽ 2 മൈനർ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു വിദ്യാർത്ഥി സെയിം മൈനർ തന്നെ ആയിരിക്കും സെക്കൻഡ് സെമസ്റ്ററിലും പഠിച്ചിട്ടുണ്ടാവും. ഏതാണെങ്കിലും ഏതെങ്കിലും ഒരു മൈനറിലേക്ക് 4 ക്രെഡിറ്റ് ആണ് ഒരു മൈനറാണ്, അത് മേജർ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്തത് BA എക്കണോമിക്സിനാണ്. എന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു മൈനർ പൊളിറ്റിക്സ് ആണ്, മറ്റൊരു മൈനർ ഹിസ്റ്ററിയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് തേർഡ് സെമസ്റ്ററിൽ പൊളിറ്റിക്സിലേക്കോ ഹിസ്റ്ററിയിലേക്കോ മാറാം. ഇനി ഞാൻ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള മൈനർ സോഷ്യോളജി ആണ്, പിന്നെ ഒന്ന് ഹിസ്റ്ററിയാണ്. എനിക്ക് സോഷ്യോളജിയിലേക്ക് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ മൈനർ ആയിട്ട് ഏതാണോ പഠിച്ചത് അതിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റുഡൻസ് ഇൻ ദ ഡബിൾ മേജർ pathway can switch to one of the other 4 pathway by retaining one of 2 major discipline they have studied. The second major discipline they have studied can be redefined. ഓക്കെ, അപ്പോൾ ഒരു വിദ്യാർത്ഥി ഡബിൾ മേജർ ആണ് കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ അത് സിംഗിൾ മേജർ ആയിട്ട് മാറ്റാൻ സാധിക്കും. മൈനർ ഇൻ ദ മേജർ വിത്ത് മൈനർ പാത്വേ ഓർ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ പാത്വേ. Minor as the one of 2 discipline in the major with the multiple discipline pathway. Minor as a discipline in which 3 courses are taken in the single major pathway. When a student switch the major to one of discipline which she has earned minimum 4 credit, the credit earned shall be transferred to the total credit required for the new major. നമ്മൾ ഏതാണോ മൈനർ പഠിച്ചത് ആ മൈനർ എന്ത് ചെയ്യും, നിങ്ങൾ മൈനറിലേക്ക് നിങ്ങൾ മാറി. ഞാൻ പൊളിറ്റിക്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്റെ തേർഡ് സെമസ്റ്ററിൽ എന്റെ മേജർ ഒക്കെ പൊളിറ്റിക്സ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, തേർഡ് സെമസ്റ്റർ ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച മൈനർ എന്ത് ചെയ്യും, മേജർ ആയിട്ട് മാറും. പൊളിറ്റിക്സ് പിന്നെ മേജർ. അപ്പോൾ ആ അക്കാദമിക് റെക്കോർഡിൽ അത് മൈനർ ആയിട്ടായിരിക്കും ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവുക. അത് എന്ത് ചെയ്യും, മേജർ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ടു അക്കോമഡേറ്റ് ദ സ്റ്റുഡൻസ് ഹു സ്വിച്ച് ടു എ ന്യൂ മേജർ പ്രോഗ്രാം, പുതിയ മേജർ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികൾക്ക് സ്വിച്ച് ചെയ്യാൻ additional seat are created. Additional seat creative depending upon the academic and infrastructure facility available in the institution. Institutionൽ അവൈലബിൾ ആയിട്ടുള്ള അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആവും. The maximum number of these additional seats shall be 10% of sum of the sanctioned strength. സാങ്ഷൻ ചെയ്ത സ്ട്രെങ്ത്തിന്റെ 10% അഡീഷണൽ സീറ്റ് ഇതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തിന് ഉയർത്താൻ സാധിക്കും. മാർജിനൽ ഇൻക്രീസ് ഓഫ് ദ ന്യൂലി ചൂസൺ മേജർ പ്രോഗ്രാം. ന്യൂലി ചൂസൺ മേജർ പ്രോഗ്രാമിന് മാർജിനൽ ഇൻക്രീസ്. ഇൻ ദ അഡീഷൻ അൺഫിൽഡ് ഓർ വാക്കന്റ് സീറ്റ് ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് അഡ്മിഷൻ ഇഫ് any may be filled with those seeking switching of the major discipline. ഇനി അഡീഷണൽ സീറ്റ് ഉണ്ട്, അൺഫിൽഡ് ആയിട്ടുള്ള സീറ്റ് ഉണ്ട്, വാക്കന്റ് സീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്കും എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദ സ്വിച്ചിങ് ഓഫ് മേജർ പർട്ടിക്കുലർ ഡിസിപ്ലിൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ഡിസിപ്ലിൻ ഷുഡ് റിമെയിൻ വിത്തിൻ ദ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. ഒരു കോഴ്സിന് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഉണ്ട്, അത് ഓരോ കോഴ്സിനും ഡിഫറെന്റ് ആണ്. ആ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിന്റെ അത്ര എണ്ണം വിദ്യാർത്ഥികൾ ആ കോഴ്സിലേക്ക് പാടുള്ളൂ. അപ്പൊ നിലവിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിനോട് അടുത്താണ് കുട്ടികളുണ്ടെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആകുന്ന വരെയുള്ള അഡീഷണൽ സീറ്റാണ് ഉണ്ടാക്കാൻ സാധിക്കാം. ഇനി എങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷന്? ഒട്ടേറെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തു ഒരു കോളേജിൽ. ഇപ്പോൾ എക്കണോമിക്സിലെ വിദ്യാർത്ഥികൾ ഒരു 5 ആളുകൾ BComലേക്ക് മാറാൻ അപേക്ഷ കൊടുത്തു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള അഡ്മിഷൻ? ഒരു സീറ്റേ ഉള്ളൂ, 5 ആൾ അപേക്ഷ കൊടുത്താൽ എന്ത് ചെയ്യും? അതിനുള്ള ഓപ്ഷനാണ് പറയുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് എക്സിസ്റ്റിംഗ് റൂൾസ് ഓഫ് റിസർവേഷൻ പരിഗണിക്കും, മെറിറ്റും നോക്കും. ഓക്കെ, അപ്പോൾ SC സീറ്റാണ് വേക്കന്റ് ആയിട്ടുള്ളെങ്കിൽ SC വിദ്യാർത്ഥികളാണെങ്കിൽ അതിലേക്ക് എടുക്കുക. ഏത് സീറ്റാണോ, ജനറൽ സീറ്റാണ് ഒഴിവെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളെയും പരിഗണിക്കും. അതൊക്കെ വളരെ കൃത്യമായിട്ട് ആ സമയമാകുമ്പോൾ കോളേജിൽ നിന്ന് അറിയിക്കും.
റാങ്കിങ് ഷാൽ ബി ഇൻ ദ ഓർഡർ ഓഫ് ദ ഹൈയസ്റ്റ് മാർക്ക് സെക്യൂർഡ് ഇൻ ദ ഡിസിപ്ലിൻ ടു വിച്ച് ദ സ്വിച്ചിങ് ഓഫ് മേജർ ഈസ് സോട്ട്. ഏത് മേജറിലേക്കാണോ മാറാൻ, ഏത് മേജറാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മൈനറിൽ കിട്ടിയ മാർക്കാണ് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ എക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്സിന്റെ മാർക്ക് എടുക്കും. ആദ്യം 2 സെമസ്റ്ററിലുള്ള മൈനറിന്റെ മാർക്ക് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിലാണ് മൈനർ ചെയ്തെങ്കിൽ ആ മാർക്ക് എടുക്കും. അത് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ മാർക്സിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഹൈയസ്റ്റ് മാർക്ക് ആർക്കാണുള്ളത് അതാണ് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്യുക. ഓക്കെ, വൺ ഓഫ് ദ 2 മേജർ ഡിസിപ്ലിൻ ഇൻ ദ ഡബിൾ മേജർ പാത്വേ കേസിൽ ഒരു മേജറിൽ മറ്റൊരു 2 മേജർ ഉണ്ടാവും. അതിൽ ഏതാണോ ചൂസ് ചെയ്യുന്നത് ആ മേജറിന്റെ മാർക്ക് എടുക്കും. ആ മേജറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ 2 സെമസ്റ്ററിൽ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. ഇൻ ദ കേസ് ഓഫ് ടൈ, റാങ്കിങ്ങിൽ ടൈ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എക്സാമിനേഷനിൽ ഈ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ ഇതിന്റെ പരീക്ഷയ്ക്ക് ഹൈയസ്റ്റ് മാർക്ക് രണ്ടാൾ ഒരേ മാർക്കിൽ വന്നു ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ. അപ്പോൾ എക്സ്റ്റേണൽ പരീക്ഷയിൽ ഹൈയസ്റ്റ് മാർക്ക് ആർക്കാണുള്ളത് അതാണ് എടുക്കുക. ഇനി വീണ്ടും റാങ്കിങ് ടൈ വന്നു കഴിഞ്ഞാൽ എടുക്കുക SGPA സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജിന്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുക. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു വിദ്യാർത്ഥി മൈനറിലേക്ക് മേജർ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി ആ പേപ്പറിൽ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.